ഇതിന്ന് എനിക്ക് റിപ്പയറിങ്ങിനായിട്ട് കിട്ടിയ 2 ബൾബായിരുന്നു. ഈ 2 ബൾബും കത്തുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ബൾബ് ഇതിൽ കത്തുന്നതായി നിങ്ങൾ കാണുന്നില്ലേ? രണ്ടാമത്തെ ബൾബ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കത്തുന്നില്ല. ഈ ബൾബ് കറണ്ട് പോയാലും കത്തുന്നതായിരുന്നു. ഈ ബൾബിന്റെ ഉള്ളിലെ ബോർഡിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 230 വോൾട്ട് വരുന്ന ഭാഗത്തുള്ള 2 റെസിസ്റ്റർ കത്തിപ്പോയതായി കാണുന്നില്ലേ? ഇതിലുള്ള ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലൊരു 3.7 റീചാർജബിൾ ബാറ്ററിയാണ് വരുന്നത്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഞാൻ ഇതിൽ വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ 4 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇതിലുള്ള 2 റെസിസ്റ്ററും കത്തിപ്പോയത് കൊണ്ട് ഇതൊരു എമർജൻസി ലൈറ്റ് ആക്കി എടുത്തു. ഇതിലുണ്ടായിരുന്ന ബൾബും ബാറ്ററിയുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ചെറിയൊരു റെസിസ്റ്ററും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡിൽ ഉണ്ടായിരുന്ന ബാറ്ററി കണക്ടർ ഞാൻ ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായി ചാർജിംഗ് മൊഡ്യൂളും ഞാൻ യൂസ് ചെയ്തു. ബാറ്ററി കണക്ടറും ചാർജിംഗ് മൊഡ്യൂളും ഇതുപോലെ ഷോൾഡർ ചെയ്തു കൊടുക്കുക. ബൾബിന്റെ ബോഡിയുടെ ഒരു സൈഡിൽ ഞാൻ സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണക്ഷൻ എല്ലാം ഇതുപോലെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുന്നതായി നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ നമ്മളുടെ എമർജൻസി ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വയറുകളെല്ലാം ബൾബിന്റെ ഉള്ളിലോട്ടാക്കി വെക്കാം. ഇനി ഇത് ആദ്യത്തേതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കാം. ഇനി ചാർജ് ചെയ്ത് നോക്കാം. ഇരുട്ടുള്ള ഭാഗത്ത് കൊണ്ടുപോയി കത്തിച്ചു നോക്കുമ്പോൾ നന്നായി കത്തുന്നുണ്ട്. ഇനി കറണ്ട് പോയാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ വീഡിയോസിനെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.